നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയുള്ള അപ്ഡേറ്റുകളാണ് ആദ്യമത്തെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ക്ലബ്ബ് ലൈസൻസ് കിട്ടിയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായ കലൂർ സ്റ്റേഡിയത്തിൽ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ലൈസൻസ് നേടാനായിട്ടില്ല. AFC സെക്രട്ടറി ജനറലിൻ്റെ അഭിപ്രായമാണ് പ്രധാന കാരണം. കലൂർ ഹോം ആയതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരിക്കലും ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ സീസണും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈസൻസ് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇതൊരു നിരാശ വാർത്ത തന്നെയാണ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ ആശാൻ പടിയിറങ്ങിയപ്പോൾ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ആശാനെ പറ്റിയുള്ള ചർച്ചകൾ നേരിട്ട് ആരംഭിച്ചിരുന്നു ആരാധകർ ഉൾപ്പെടെ. എന്നാൽ നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുൻ ISL മോഹൻ ബഗാനെല്ലാം പരിശീലിപ്പിച്ച ജുവാൻ ഫെറാൻഡോ എന്ന് പറയുന്ന വമ്പൻ കോച്ച് വീണ്ടും തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് വരാൻ പോകുന്നുവെന്ന്. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ ഒഫീഷ്യലായിട്ടൊരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അവസാനം ജുവാൻ ഫെറാൻഡോ സൈൻ ചെയ്തിരിക്കുകയാണ്. ജുവാൻ ഫെറാൻഡോ സൈൻ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിലല്ല എന്ന് മാത്രം, വിദേശ ക്ലബ്ബായ AEK ലാർനാക്ക എന്ന് പറയുന്ന ക്ലബിനെയാണ് ഇനി പരിശീലിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ജുവാൻ ഫെറാൻഡോയ്ക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയ ആശാനെ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. വീഡിയോ നിർത്തുന്നു.